Greetings to all in the name of our Lord and Savior Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. I'm thankful to the Lord for this wonderful opportunity. ഇങ്ങനെ ഒരു നല്ല അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തോട് സകല നന്ദിയും അറിയിക്കുന്നു. It's something very amazing for me because Pakanjur is not a city and not in a place where you can have good internet connections. ഞാൻ ഈ ഒരു അവസരം ലഭിച്ചതിലും ഇങ്ങനെ ഒരു സമയത്തിലും ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം പത്താഞ്ചൂർ എന്ന് പറയുന്ന സഹോദരൻ താമസിക്കുന്ന സ്ഥലം അധികം പട്ടണ പ്രദേശമല്ല, നെറ്റിന്റെ കണക്ടിവിറ്റിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. We are surrounded by forests, we are surrounded by 100+ villages, and from there, if I am speaking here, it is definitely God's grace and it is amazing to me. ചുറ്റും വനപ്രദേശം നിറഞ്ഞ ഒരു ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് സഹോദരനായിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനായിട്ട് ദൈവം ഈ രീതിയിൽ അവസരം ഒരുക്കിയിരിക്കുന്നത്. അതിനായിട്ട് നന്ദി അറിയിക്കും. But praise God for this time, another time where He has given us so that we can hear God's word and bring it to our hearts. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം ഒരിക്കൽ കൂടി അവസരം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. You know, as it has been said, this is my first time being part of this assembly and the meeting. I just want to introduce myself. My name is Benson Matthew. അറിയിപ്പുകൾ ഓർപ്പിച്ചത് പ്രകാരം ആദ്യമായിട്ടാണ് ഈ സഭയുമായിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നത്. സഹോദരൻ ആദ്യമേ തന്നെ പരിചയപ്പെടുത്തുക. ബെൻസൺ മാത്യു എന്നാണ് സഹോദരന്റെ പേര്. My wife's name is Rebecca. സഹോദരന്റെ ഭാര്യയുടെ പേര് റിബേക്ക എന്നാണ്. And we have 3 daughters, Hannah, Joanna, and Elana. സഹോദരന് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. ഹന്ന, എലോന, Joanna, എലോന. Elana, yeah, and we are really joyful in the Lord that God has brought us to Pakanjur. ദൈവം സഹോദരനെയും കുടുംബത്തെയും ഈ രീതിയിൽ പക്കാഞ്ചൂരിന്റെ പ്രദേശത്താക്കിയതിനായിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. And we believe that God is so kind to use people like us in the place here to expand His kingdom. തന്റെ ദൈവത്തിന്റെ രാജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എളിയവരായ ഞങ്ങളെ അവൻ എടുത്ത് ഉപയോഗിക്കുന്നത് അവന്റെ കരുണയുടെ ആധിക്യ മുഖാന്തരം തന്നെയാണ്. So we would definitely ask your prayers for Pakanjur and the ministry here. നിങ്ങളോട് ഞാൻ ഈ ഒരു ഇവിടെ നടക്കുന്ന മിനിസ്ട്രി ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും പ്രവർത്തനങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. You know, we have a church which consists of a lot of first generation believers. Lot of first generation believers. ഈ നിങ്ങൾ ഇവിടെയുള്ള സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള സഭയിൽ ആദ്യമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അനേക കുടുംബങ്ങൾ ഇവിടെയുണ്ട്. And they have their own struggles because first generation believers always face opposition from their own family members. ഈ കുടുംബങ്ങളെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം അവർ അനേക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു വരുന്നത്. ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നതായ അവരുടെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിനോടനുബന്ധിച്ചുണ്ട്. And the church here really needs the prayer of the saints all over the world and all over the country. ആയതിനാൽ തന്നെ എല്ലാവരിൽ നിന്നും ഈ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരിക്കും. So please pray for the believers here. We have few tribal believers around us. We have some assemblies there. So we have a mission school here. So just remember all this ministry. All these are here to expand the kingdom of God. ഈ പത്താഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തിലെ വിശ്വാസികളെ ഓർത്തും അതുപോലെ തന്നെ ആദിവാസി മേഖലയിൽ നിന്നുള്ള വിശ്വാസികളും അവിടെയുണ്ട്. അവിടെ ഒരു സ്കൂള് വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. I would also ask your prayer for one of our brothers, Evangelist Samson Nainan. സാംസൺ നയനൻ എന്ന് പറയുന്ന സുവിശേഷകനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. Especially for his wife, Prini. പ്രത്യേക ആ സഹോദരന്റെ സഹോദരിയായിട്ടുള്ള പ്രിനിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. She is under treatment in Bangalore. ബാംഗ്ലൂരിലെ ചികിത്സയോട് അനുബന്ധിച്ചായിരിക്കുന്നു. This sickness of hers has been there for a long time. അനേക നാളുകളായിട്ട് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരിയാണ്. So please uphold her in prayer. ആ പ്രിയ സഹോദരിയെ നിങ്ങൾ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. Evangelist Samson Nainan and his wife has been the part of Pakanjur ministry for so many years.
ഈ പ്രിയ കുടുംബം സാംസൺ ബ്രദറും അതുപോലെ ഭാര്യയും കുടുംബം മുഴുവനായിട്ട് അവർ അനേക നാളുകളായിട്ട് ഞങ്ങളോടൊപ്പം ഈ പ്രവർത്തനത്തിലായിരിക്കുന്നവരാണ്. And they are the ones who started the ministry here. ആ കുടുംബമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം തന്നെ ഇവിടെ ആരംഭിക്കുവാനായിട്ട് ഇടയായത്. And they are not able to come back to Pakhanjur because of the sickness. So please remember Prini sister in your prayers. ഈ ഒരു രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പത്താഞ്ചോറിന്റെ പ്രദേശത്തേക്ക് അവർക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേക ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ. So being assured of your prayers, I want to start today's words ministry. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വചനത്തിന്റെ ചിന്തയിലേക്ക് കടക്കുകയാണ്. You know, when we look into our lives, everything is not the same every time. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഒരിക്കലും ഒരുപോലെയുള്ള സാഹചര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. You know, sometimes we have moments full of joy and happiness. ഒരു സമയമാകുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഭയങ്കര സന്തോഷവും നല്ല അനുഭവങ്ങളും നിറഞ്ഞ ഒരു സമയത്ത് കടന്നു പോകുന്നു. And there are times where our moments are filled with pain and grief. എന്നാൽ മറ്റു സമയങ്ങളിൽ പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. You know, and sometimes when these pain and problems comes, you know, they just don't go away. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ആ വന്നു ചേരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ വിട്ടുമാറാതെ നമ്മെ തന്നെ പിന്തുടരുന്ന ഒരു അവസരം ഉണ്ടാവുന്നു. You know, so much so that we ask, you know, why these problems are not going away? നാം പലപ്പോഴും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ വേദന എന്നെ വിട്ട് കടന്നു പോകാത്തത്, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മാറാത്തത് എന്ന് നാം ചോദിക്കാറുണ്ട്. I'm not just talking about coronavirus. ഞാൻ ഒരിക്കലും കൊറോണ വൈറസിനെ കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. You know, we in our life we have so many general pain and problems and suffering which are getting stuck in our lives. They're not going away. നാം അനുഭവിക്കുന്ന ജീവിതത്തിൽ അനേക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ വിടാതെ ഇങ്ങനെ പിന്തുടരുകയാണ്. അത് നമ്മെ വിട്ട് മാറിപ്പോകുന്നില്ല. You know, problems as sufferings are like a guest in an old story, and I know that this story you might have heard so many times. ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു കഥ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഇത് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. You know, there was this one guest who went to a couple's house for a visit. ഒരു അതിഥി ഒരു കുടുംബത്തിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോവുകയാണ്. And this guest just went for 1 or 2 days to visit that house. 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ആ ഭവനം സന്ദർശിക്കുവാനായിട്ട് അദ്ദേഹം അവിടെ പോകുന്നത്. But the guest was so happy with the hospitality of the family that he decided to stay for a few more days. ആ ഭവനത്തിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ആതിഥ്യ മര്യാദകളും ശുശ്രൂഷകളും കണ്ട് താൻ വളരെയധികം സന്തോഷവാനായി കുറച്ചുകൂടെ ദിവസം അവിടെ തങ്ങണം എന്ന് താൻ നിശ്ചയിച്ചു. You know, so the 5 days pass, 10 days pass, 15, 20 days pass. The days are just going, but guest is not going. അങ്ങനെ അനേക ദിവസങ്ങൾ 5 ദിവസമായി 10 ദിവസമായി എന്നാൽ ആ സന്തോഷത്തിന് ഒരിക്കലും കുറവ് വരുന്നില്ല. This family became worried because this guest has come, but he's not going. ഈ അതിഥി കുറച്ചു ദിവസമായിട്ട് ഇവിടെ വന്നു, ഈ അതിഥി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നില്ല, അത് കാരണം വീട്ടിൽ ഭവനത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. So wife thought about an idea. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ സഹോദരിക്ക് ഒരു ബുദ്ധി ഉദിച്ചത്. So the next day she prepared a lunch for the guest. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഉച്ചഭക്ഷണത്തിനായിട്ട് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ സഹോദരി തയ്യാറാക്കി. And she prepared a very special egg curry for the guest. അങ്ങനെ ആ അതിഥിക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകതകളുള്ള ഒരു മുട്ടക്കറി ആ സഹോദരി ഉണ്ടാക്കി. And when she served that egg curry, she gave 2 eggs for the guest. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അതിഥിക്ക് ആ ഭാര്യ സഹോദരി 2 മുട്ട അന്ന് നൽകുകയുണ്ടായി. The guest was very happy. He asked, you know, sister, till this day you have given me just only 1 egg all these days, but now today you're giving me 2 eggs. അപ്പോ ആ അതിഥി ഇങ്ങനെ സഹോദരിയോട് ചോദിച്ചു, സഹോദരി ഇത്രയും ദിവസം എനിക്ക് 1 മുട്ടയാണല്ലോ തന്നിരുന്നത്, ഇന്ന് സഹോദരി എനിക്ക് 2 മുട്ട തന്നല്ലോ എന്ന് പറഞ്ഞു. You know, so he asked, is there anything special today? ഇങ്ങനെ ചോദിക്കാൻ ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത് തരുവാനായിട്ട് എന്ന് ചോദിച്ചു. Yeah, she said, yeah, it's a special day.
അങ്ങനെ ആ സഹോദരി പറഞ്ഞു ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ് തീർച്ചയായും. She said that it's a tradition of her house that the last day of the guest we give him 2 eggs, not 1. ഈ നമ്മുടെ നാട്ടിലൊരു ഇത് ഒരു രീതിയുണ്ട്. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവര് തങ്ങുന്ന അവസാനത്തെ ദിവസം 2 മുട്ട ഇതുപോലെ കൂടുതലായി നൽകുന്ന ഒരു രീതി അവർക്കുണ്ട്. Yeah, so basically the guest understood. He ate the 2 eggs and slowly and silently left the house. അങ്ങനെ ആ അതിഥി അവിടുന്ന് ആ 2 മുട്ട എടുത്ത് കഴിക്കുകയും അവിടുന്ന് ആ ഭവനത്തിൽ നിന്ന് പിന്നെ മാറി പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. Sometimes problems or sufferings are like this guest of the house. Yeah. ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ അതിഥിയെ പോലെ ആയി തീരാറുണ്ട്. And the problem is we can't make even egg curries. Yeah, we can't give the 2 eggs to these problems and sufferings also. ആ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ട് നമുക്ക് ഇതുപോലെ ഈ മുട്ടക്കറി കൂടുതലായി ഉണ്ടാക്കി ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ലല്ലോ. So that when the point is, when problem and suffering comes in our life, and when they come to stay in our lives, as believers, what should we understand? നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, പ്രയാസങ്ങൾ വന്ന് ഇതുപോലെ മാറാതെ നമ്മുടെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് എന്താണ് അതിനോട് പറയാൻ പ്രതികരിക്കുവാനായിട്ടുള്ളത്? You know, I want to take your attention to Jeremiah chapter 29. നിങ്ങളുടെ ശ്രദ്ധയെ യിരെമ്യാ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And I want to take your attention to some important God's truth which speaks to us while we are having problems and sufferings which have come to stay in our lives. ഈ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് നാം പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ചില ദൈവിക സത്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. I just want to add also, if there is any problem with my connection, please do let me know. Because sometimes I won't be able to understand or know that is there a. Yeah, thank you. So just let me know if any problem comes from my side. Thank you. So Jeremiah chapter 29, and we are going to look towards a little bigger portion of verses 4 to 14. നാം അതിലെ ചില ഭാഗങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്. 29-ാം അധ്യായം, യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം, അതിന്റെ 4 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. Yeah, we will just read as the portion comes, as the topics comes in. നാം ഓരോ ഭാഗം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ഓരോ വാക്യങ്ങളായിട്ട് നമുക്ക് വായിക്കാം. So in Jeremiah 29, God's people are also facing a problem. ഈ യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ മക്കൾ വളരെ ബുദ്ധിമുട്ടിലേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. And this problem which has come to their life has come to stay in their lives for a long time. അവരെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവരെ വിട്ടുമാറാതെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. So verse 4, 29 chapter 29 verse 4 talks about the problem. ആ 29-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുവാൻ ഇടയാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. So if you have read there, it is very clear God's word has come to people, all those who are carried into exile from Jerusalem to Babylon. ഈ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും, ബദ്ധന്മാരായി യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരോടാണ് അവിടെ അരുളി ചെയ്യുന്നത്. God's people are right now under captivity. ഒരു പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് ബാബേലിനെ പിടിച്ചുകൊണ്ടുപോയ അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. And that's the term there, exile. God's people have been taken to exile. ദൈവത്തിന്റെ മക്കളെ അവിടെ പ്രവാസത്തിലേക്ക് ആയിരിക്കുകയാണ്. And in the history of Israel, exile or captivity has always been the part of God's judgment or discipline for his people. ഇസ്രായേലിന്റെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രവാസകാലം അല്ലെങ്കിൽ അവരെ മറ്റൊരു രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ടു പോകുക എന്നൊക്കെ നാം അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തിന്റെ ന്യായവിധിയെയും അവരെ നല്ല നടപ്പ് നടത്തിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന ശിക്ഷാ നടപടികളായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. And it is for sure, exile is not something where people will be comfortable.
ഈ പ്രവാസകാലം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല സുഖലോലുപത അനുഭവിക്കുന്ന ഒരു സ്ഥിതി അല്ല അവിടെ ഉള്ളത്. Exile is not an easy time for God's people. ദൈവത്തിന്റെ മക്കൾക്ക് ഒരിക്കലും നല്ല ഒരു സമയമായിട്ട് അത് പരിഗണിക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. They don't have the freedom because they are under an enemy king. അവർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല, കാരണം അവർ ശത്രു രാജാവിന്റെ കീഴിലാണ് അവിടെ ആയിരിക്കുന്നത്. Anyone who would go to exile would only desire that this exile will come to an end soon. ഈ പ്രവാസത്തിലേക്ക് പോയ എല്ലാവരുടെയും ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പ്രവാസകാലം എത്രയും പെട്ടെന്ന് തിരിച്ച് അല്ലെങ്കിൽ തീർന്ന് മടങ്ങി വരണം എന്നുള്ളത് തന്നെയാണ്. Our God is an amazing God. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ഏറ്റവും ഭയങ്കരനായ ദൈവം തന്നെ. To these people who are expecting a soon release, ഈ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യരോടുള്ള ബന്ധത്തിൽ, people who are expecting that God would come and take them away from the exile, അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദൈവം അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു മടക്കി സ്വന്തം ദേശത്തേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. Verses 5 to 7, God tells him something different. എന്നാൽ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ദൈവം അവിടെ പറയുന്നത്. Verse 5 to 7, he is giving few imperatives, actually commands to these people. 5 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ദൈവം ചില കൽപ്പനകൾ ദൈവജനത്തോട് പറയുകയാണ്. I just want to take that first part. Verse 5 says, build houses and settle down. അവിടെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ വീടുകളെ പണിത് തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം അനുഭവിക്കുവിൻ. That's what I said. God is an amazing God. To those people who wants to come out of the exile, God is saying, build houses and settle down there. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം അത്ഭുതകരമായ ദൈവമാണ്. ദൈവം അവിടെ പറയുന്നത് എന്താണ്? ആ ഒരു പ്രവാസത്തിൽ തന്നെ അവർ വീടുകളെ പണിത് അവിടെ തന്നെ താമസമാക്കുവിൻ എന്ന രീതിയിലാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്. I just want you to listen to that verse. Further it says, plant gardens and eat what they produce. അവിടെ തോട്ടങ്ങളെ ഉണ്ടാക്കി അതിന്റെ ഫലം അനുഭവിക്കുവിൻ എന്നാണ് അതിന്റെ 2-ാം ഭാഗത്ത് നാം കാണുന്നത്. Marry and have sons and daughters. അവിടെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ വിവാഹം ചെയ്ത് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുവിൻ എന്ന് വാണിക്കുന്നുണ്ട്. Towards the end of that 6th verse, he says, increase in number there, do not decrease. അവിടെ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ജനസംഖ്യയിൽ പെരുകി വരുവിൻ, നിങ്ങൾ കുറേയേറെ കൂടി വർദ്ധിച്ചു വരണം എന്നാണ് പറയുന്നത്. Verse 7, brother, can you read verse 7? 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുവാൻ ഇടയാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുവിൻ, അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. To the place from where people just want to get away, just to run from that place, God is telling them, seek peace and prosperity for that place. Pray for that place. പ്രിയമുള്ളവരെ, ആ ദൈവജനത്തിന് എത്രയും പെട്ടെന്ന് ആ ദേശത്തു നിന്ന് എപ്പോഴും തിരിച്ചു മടങ്ങി പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അവരോട് പറയുകയാണ്, അവിടെ തന്നെ നിങ്ങൾ താമസമാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവിൻ എന്ന് ദൈവം പറയുകയാണ്. So this is what 2 words, live normally and get comfortable with your situation. അവിടെ ദൈവം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവരോട് പറയുന്നത്. സാധാരണ രീതിയിലുള്ളതുപോലെ തന്നെ നിങ്ങൾ അവിടെ ജീവിക്കുക, നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ആയിരിക്കുക. In your pain, in your suffering, live normally, get comfortable and pray. നിങ്ങളുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലുമായിരിക്കുമ്പോൾ നിങ്ങൾ സാധാരണ പോലെ തന്നെ ജീവിക്കുക, അവിടെ തന്നെ ഇരുന്ന് സ്വസ്ഥമായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. This could be a big shock to people who are expecting God's intervention. Big shock. ഈ വാക്കുകൾ, ദൈവത്തിന്റെ ഈ വചനങ്ങൾ തീർച്ചയായിട്ടും അവരെ അത്ഭുതപ്പെടുത്തി, കാരണം അവർ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകുവാനായിട്ടായിരുന്നു. Then there is another thing, verse 9. Brother, can you read? അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം അവിടെ പറയുന്നുണ്ട് 9-ാം വാക്യത്തിൽ, അവൻ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. So it is not just that God telling these people to settle down and be comfortable and pray. He's saying another thing, because in midst of all this captivity and exile, there are these prophets, so-called prophets, who are saying that God is going to come soon and end your captivity. ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് വിചാരിച്ചിരിക്കുന്ന അവരുടെ ഇടയിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം അവിടെ ഉണ്ടാകുന്നു. അവിടെ പ്രവാചകന്മാർ എഴുന്നേറ്റ് അവരോട് പറയുകയാണ്, ദൈവം എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിക്കും എന്നൊക്കെ അവിടെ പ്രവചിക്കുന്ന അനേകരെ കുറിച്ച് കാണുന്നുണ്ട്.
Those people would be so happy with those prophets, yeah, because they are telling something nice for them. ആ പ്രവാചകന്മാരുടെ വാക്കുകൾ ആ ജനത്തോട് സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം ദൈവം നമ്മെ ഒന്ന് വിടുവിച്ച് അവിടെ കൊണ്ടുപോകുമല്ലോ എന്നുള്ള വാക്കുകളാണല്ലോ അവർ പറയുന്നത്. But God says, don't believe them. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ അവരെ വിശ്വസിക്കരുത്. They are telling lies. അവർ ഭോഷ്കാണ് പറയുന്നത്. Yeah, I have not sent them. ഞാനല്ല അവരെ അയച്ചിരിക്കുന്നത്. God is an amazing God. ദൈവം ഏറ്റവും മനോഹരനായ ദൈവം തന്നെ. He is telling in the pain and problems and the suffering to settle down. ആ വേദനയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ഉള്ളതുപോലെ ആയിരിക്കും എന്നാണ് ദൈവം അവിടെ പറയുന്നത്. And to those who are saying that there will be a relief soon, he's saying they are saying lies. അവർ ആ പോസ്റ്റ് പറയുന്ന അവരെ കുറിച്ച് ദൈവം പറയുന്നത് അവരെല്ലാവരും കള്ളം തന്നെയാണ് പറയുന്നത് ദൈവം പറയുന്നുണ്ട്. Now the question is, why God is saying all these things? Why God is telling them to settle down and pray? Why God is telling them don't believe in the false prophecy? ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ രീതിയിൽ ദൈവം അവരോട് പറയുവാനായിട്ട് ഇടയായത്? Now we have the answer in verse 10. എന്നാൽ അതിന് ഉത്തരവും അതിന്റെ 10ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. I think this is the shocker of all shocks. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വാക്യം അല്ലെങ്കിൽ പ്രതികരണമായിട്ട് അവർക്ക് ഈ ഒരു വാക്യം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. God has been saying all these things to these people who are in exile so that they would understand that they are not in this enemy country for 1 or 2 or 3 years. They are going to be there for 70 years. അവര് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ 1, 2, 3 വർഷമല്ല ഇവിടെ ഉണ്ടാവേണ്ടത്, നിങ്ങൾ 70 വർഷം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രവാസ കാലത്ത് കഴിയണം എന്നുള്ളതാണ് ദൈവം അവിടെ പറയുന്നത്. We can only imagine what would have gone through a mind of Israelite. ഇസ്രായേൽ ജനതയുടെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളായിരിക്കും കടന്നുപോയിരിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. I was thinking about a young Israelite who is just 20 years old. 28 വയസ്സുള്ള ഒരു ഇസ്രായേൽ യുവാവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. 70 years you are going to be in exile. 70 വർഷക്കാലം ഈ പ്രവാസ കാലത്ത് അവൻ അവിടെ കഴിയണം. So this young Israelite who is 20 years now, when he would come out of the exile, he will be 70 years old. He will be old. 20 വയസ്സുള്ള ഇസ്രായേൽ യുവാവ് ഇങ്ങനെ ചിന്തിക്കുക, 70 വർഷക്കാലം ഞാൻ പ്രവാസത്തിൽ കഴിഞ്ഞാൽ ഞാൻ ഏകദേശം നല്ല വാർദ്ധക്യത്തിലേക്ക് പിന്നെ എത്തത്തില്ലേ എന്നവൻ ചിന്തിക്കും. This is just so shocking that people who wants to come out of exile, God is telling them, wait, you are not coming now. There's going to take 70 years. This is going to take 70 years. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തന്റെ ദേശത്തേക്ക് മടങ്ങി വരണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവരുടെയിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വാർത്തയാണ് അവിടെ പറയുന്നത്. 70 വർഷക്കാലം നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നു. God is telling them that this suffering, this problem has come to stay in their lives. ദൈവം അവരോട് പറയുകയാണ്, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുവാനായിട്ട് പോവുകയാണ്. And in verse 10 he also gives a promise that after these years I will come for your rescue. 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുവാനായിട്ട് ഞാൻ അവിടെ വരും. Not before 70 years. അത് 70 വർഷത്തിന് മുമ്പ് ഞാൻ ഒരിക്കലും വരത്തില്ല. So the first truth that this portion of scripture is teaching us, that God allows some pain and sufferings to stay in our lives. പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ദൈവം നമ്മോട് ശക്തമായി സംസാരിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ തന്നെ നാം അവിടെ കടന്നു പോകണം. ദൈവം അനുവദിച്ചിട്ടാണ് അതെന്നുള്ളത് നാം മറന്നു പോകരുത്. And he makes that suffering stay in our lives. ആ ബുദ്ധിമുട്ടുകളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ തുടരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. And he also wants us to settle down, to be comfortable with your suffering. ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും പൊതുവെയുള്ള സാധാരണഗതിയിൽ സ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. And pray about it. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. Because there is a promise that he will definitely bring a rescue. അതിന് കാരണം എന്ന് പറയുന്ന അവനൊരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. അവൻ തീർച്ചയായിട്ടും നമ്മെ അവിടെ നിന്ന് വിടുവിക്കും. Just one question I want to ask. Just think about your suffering and problems in your life. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.
What if that God tells you that suffering, that pain, I have brought so that it would stay in your lives? പ്രിയമുള്ളവരെ, ആ മകനെ മകളെ, നീ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ വേദന ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ തുടരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. But I want you to live comfortably. I want you to settle down in that pain. എന്നാൽ ആ വേദനയിൽ തന്നെ നീ സ്വസ്ഥമായി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want you to pray about it and hope for rescue. ഞാൻ അതിനോട് ആ സമയത്ത് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഇരിക്കണമെന്ന് ഞാൻ അവസ്ഥയിലായിരിക്കണം. God is the one who leads us towards such pain and suffering which has come to stay in our lives. പ്രിയമുള്ളവരെ, ആ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും ദൈവം നമ്മെ നയിച്ചുകൊണ്ട് ആ പ്രയാസത്തിലൂടെ ഇരിക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. I was thinking about my 2-year-old daughter. The few days back we took her for vaccination. 2 വയസ്സുള്ള സഹോദരന്റെ മകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. 2 ദിവസം മുമ്പ് വാക്സിനേഷൻ എടുക്കുവാനായിട്ട് കൊണ്ടുപോയി. We were going the vehicle, and she was jumping and laughing and talking and very joyful. അങ്ങോട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് വളരെ സന്തോഷമായിട്ട് ചാടുന്നു, ആടുന്നു, പാടുന്നു, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് പ്രിയ കുഞ്ഞ് പോയത്. And me and my wife knows that this joyful actions will stop now. എന്നാൽ പ്രിയ സഹോദരനും ഭാര്യ സഹോദരിക്കും അറിയാമായിരുന്നു, എന്നാൽ ഈ അല്പസമയത്തിന് ശേഷം ഈ ഒരു സന്തോഷമൊക്കെ നിന്നു പോകുമെന്ന്. Because I think on that day she was due for 2 or 3 vaccinations, 2 or 3 injections. Sorry, can you repeat it? On that day she was due for 2 or 3 vaccinations. Okay, 2-3 വാക്സിനേഷൻ എടുക്കാനുള്ള സമയമായിരിക്കുന്ന സമയമാണ്. So we know that she's joyful, but she's going to have a lot of pain because of vaccinations. അവള് കുഞ്ഞ് വളരെ സന്തോഷവതിയാണ്, എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്നതിന് ബുദ്ധിമുട്ട് അവർക്ക് എന്തായാലും ഉണ്ടാകും. So we are the one leading our daughter towards pain. പ്രിയമുള്ളവരെ, പിതാക്കന്മാരും മാതാക്കളായിട്ടുള്ള രക്ഷകർത്താക്കൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ബുദ്ധിമുട്ടേറിയ വേദനയേറിയ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. But we know the benefit of vaccination. എന്നാൽ ആ വാക്സിനേഷൻ കൊണ്ടുള്ള പ്രയോജനം നമുക്ക് വ്യക്തമായി അറിയാം. But children doesn't. They only see the pain. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഒരിക്കലും അറിയാൻ കഴിയത്തില്ല. അവർക്ക് ആ വേദന എന്തെന്ന് മാത്രമേ അറിയത്തുള്ളൂ. No, are we not the same? When pain and suffering comes in our life, we only see the pain. We don't see the God behind the pain who is bringing those pain and suffering. പ്രിയമുള്ളവരെ, നാമും ഈ കുഞ്ഞുങ്ങളെ പോലെ അല്ലേ, നമുക്ക് ആ വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിന്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. Let us understand that God is the one who takes us towards pain and suffering which has come to stay in our lives. പ്രിയമുള്ളവരെ, ദൈവം തന്നെയാണ് നമ്മെ ആ വേദനയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അതിൽ ആ വേദന നമ്മുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട് അനുവദിക്കുന്നതും. Verse 11. 11-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. God continues to talk to his people. ദൈവം തുടർമാനമായിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. People are confused right now. ജനങ്ങൾ തന്നെ ഇപ്പോ ഏകദേശം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. Where they wanted to come out of this captivity as soon as possible. Now God told them 70 years. Wait for 70 years there. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി വരണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ 70 വർഷക്കാലം അവിടെ തന്നെ ആയിരിക്കണമെന്ന്. So God has to explain this plan. ദൈവം തന്റെ പദ്ധതി മുഴുവനായിട്ട് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. Verse 11 in English, it starts with the word for. ഇംഗ്ലീഷ് പരിഭാഷയിൽ ആ 11-ാം വാക്യം ആരംഭിക്കുന്നത് for എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. Word for is relative here, relating and giving reason for what God has been saying till now. ഈ for എന്നുള്ള വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് എന്ത് കാരണത്താലാണ് അടുത്തത് പറയുവാനായിട്ട് പോകുന്നത് എന്നതിനാണ് അവിടെ വിവരിക്കുന്നത്. It is explaining that why God is saying that you settle down there, you be comfortable, you pray, don't believe in the false prophecy and wait for 70 years. Why?
എന്തുകൊണ്ടാണ് നീ അവിടെ തന്നെ ആയിരിക്കണമെന്ന് പറയുകയും അവിടെ തന്നെ നീ ജനസംഖ്യ വർദ്ധിപ്പിച്ച് വരണമെന്ന് പറയുകയും അവിടുത്തെ ഫലം അനുഭവിക്കുകയും ചെയ്യണമെന്നും അതുപോലെ ആ ഓഷ്കു പറയുന്ന പ്രവാചകന്മാരെ വിശ്വസിക്കരുതെന്ന് പറയുകയും 70 വർഷക്കാലം നീ അവിടെ തുടരണം എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണെന്നാണ് അവിടെ പറയുന്നത്. He says, because or for I know the plans for you. That's a very heavy statement. അവിടെ ആ 11ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു കാര്യം ദൈവം അവിടെ പറയുകയാണ്, നിനക്ക് നീ പ്രതീക്ഷിക്കുന്ന ഒരു ശുഭഭാവി ഞാൻ, അല്ലെങ്കിൽ നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എനിക്ക് വ്യക്തമായി അറിയാം. You know, which plan is he talking about? What plan God is talking about? ദൈവം എന്ത് പദ്ധതിയാണ് അവിടെ പറയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്? Looking at the context, and that's the context allows us, the context is regarding the specific pain, that exile, that captivity that God is talking about the plan. ദൈവം ഏത് പദ്ധതിയെ കുറിച്ചാണെന്ന് ആ പശ്ചാത്തലം നമുക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. You know, it's about their captivity and their pain. The plan is about their captivity and pain. ആ പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രവാസത്തിൽ അവർ വേദനയുടെ കാലയളവിൽ കഴിയണമെന്നത് തന്നെയാണ്. You know, many quote these verses otherwise. ഈ പലരും ഈ ഒരു വാക്യത്തെ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. You know, they always quote that, for God says, for I know the plans for you, and it is not for it is for to prosper you and not to harm you. പലരും അതിനെ ഈ രീതി പറയാറുണ്ട്, ദൈവം നിങ്ങൾക്ക് ഒരു നല്ല പദ്ധതി ഒരുക്കുന്നുണ്ട്, നല്ല ഭാവി വരുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ കുറിച്ചുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അവിടെ പലരും അതിനെ ഊന്നി പറയുവാനായിട്ട് ആ വാക്യത്തെ ഉപയോഗിക്കുന്നത്. But I'm afraid, I think that those people have missed the context. എന്നാൽ ഞാൻ ഇങ്ങനെ ഭയപ്പെടുകയാണ്, ആ സാഹചര്യം എന്താണെന്ന് പലപ്പോഴും ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. Because God is telling in the context of pain that I know the plans for you. It is not to harm you, but to prosper you. ആ ഒരു വേദനയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ വേദനയിൽ തുടരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്, അവിടെ തന്നെ ആ സ്ഥലത്ത് വെച്ച് നിന്നെ ഞാൻ അനുഗ്രഹിക്കുവാനായിട്ട് പോവുകയാണ്. When God says, I have a plan for you, he means that I have planned not for your prosperity at this moment. It is for your pain. It is for your exile. നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എന്ന് പറയുന്നത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പദ്ധതിയുണ്ട്. അത് ആ അനുഗ്രഹത്തിന്റെ പദ്ധതിയല്ല, ആ വേദനയിൽ തുടരുക എന്നുള്ള പദ്ധതിയാണ്. And this captivity, this exile will bring a little harm, but ultimately it will be for your prosper, for a future, for a hope. ഈ ഒരു വേദന എന്ന് പറയുന്നത് ചെറിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആത്യന്തികമായി അത് അനുഗ്രഹവും നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി മാറും. You know, again, let's imagine people of Israel. Let's imagine about them. You know, they are in the exile, they're in captivity, they're in pain, and God says that I have plans for you, not to harm you, but to give you prosper. They would ask God, what kind of prosper is this? You know, in your exile, in our pain, what kind of prosper, good that you're thinking about? പ്രിയമുള്ളവരെ, ആ ഇസ്രായേൽ ജനത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന അവരിലേക്ക് ദൈവം അവിടെ തന്നെ നിങ്ങൾ തങ്ങണമെന്നും അവിടെ തന്നെ ആയിരിക്കണമെന്നും എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് അവിടെ തന്നെ നിങ്ങൾ ആയിരുന്നു കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള വാക്കുകൾ എത്തുമ്പോൾ, ദൈവമേ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ അവർ പ്രതികരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. But that is what God is explaining. God is telling them, see, I have plans for you. I have made this plan. പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് ദൈവം അവിടെ പറയുന്നത്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. And because I have made the plans for you, this plan is not for your harm, but for your prosper. ഇത് ഈ പദ്ധതി ഉണ്ടാക്കിയത്, ഈ പദ്ധതി എന്റെ പദ്ധതി ആയതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നാശത്തിന് തിന്മയ്ക്കല്ല, അത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Maybe now it looks harmful and life-threatening for you, but because I have made the plan, you still have a future and you still have a hope for you. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യവും വേദനയും നിങ്ങൾക്ക് പ്രയാസം നൽകുന്നതായിരിക്കും, ജീവഹാനി വരുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയമൊക്കെ നിങ്ങളിൽ ഉണ്ടാവും. എന്നാൽ എനിക്ക് അതൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകത്തില്ല, നിങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് അത് ഇടയാക്കും. You know, this is what the second truth God's word is teaching us this morning. ഇതാണ് നമ്മെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം ഈ ഒരു വാക്യത്തിൽ നിന്ന് സത്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. The pain, the suffering which has come to stay in our lives is not for our harm, but for prosper.
because this is God's plan. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മാറാതെ നമ്മുടെ ജീവിതത്തോട് തുടർന്ന് നിൽക്കുന്ന വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും നമ്മെ വേദനിപ്പിക്കാനോ തിന്മയ്ക്കുമല്ല, നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് രണ്ടാമത്തെ. It's very logical, there has to be some good in this, and that's why these pain and suffering are staying in our lives. പ്രിയമുള്ളവരെ, ഇത് തികച്ചും യുക്തിസഹമായ കാര്യം തന്നെയാണ്. നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബുദ്ധിമുട്ടിലൂടെ ദൈവം അവിടെ കടത്തിവിടുകയാണ്. Are we facing any pain and suffering currently in our lives? പ്രിയമുള്ളവരെ, ആരെങ്കിലും ഇപ്പോ ഈ നിലവിൽ എന്തെങ്കിലും വേദനയുടെ പ്രയാസത്തോടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? Is there a pain or suffering which has been troubling you for years and years? അനേക വർഷങ്ങളായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോടൊപ്പം അനേക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? Can we see the good in it? ആ ബുദ്ധിമുട്ടിലുള്ള നന്മ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? Are we only able to see the harm in it, or are we able to see the good, the prosper that God is trying to bring through that pain? ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും അതിന്റെ വേദനയും പ്രയാസങ്ങളും മാത്രമേ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ, അതോ അതിന്റെ നന്മയും അതിന്റെ ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ നന്മയുടെ പൂർത്തീകരണം കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? There are times when our eldest daughter, she wants to sleep in the morning for more hours. സഹോദരന്റെ മൂത്ത മകൾ അവരുടെ ബന്ധത്തിൽ കുഞ്ഞിനെ കൂടുതൽ നേരം പകൽ ഉറങ്ങുവാൻ ഭയങ്കര താല്പര്യം. So in the morning, generally she's very calm, she's very obedient. But in the morning, the day she wants to sleep more, when we go and wake her up, she becomes violent. സാധാരണഗതിയിൽ പ്രിയ കുഞ്ഞ് വളരെ അനുസരണമുള്ളതും നല്ല താഴ്മയുള്ള ഒരു സൗമ്യത ഉള്ള ഒരു കുഞ്ഞാണ്. എന്നാൽ കൂടുതൽ നേരം ഉറങ്ങണം എന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ട് ഉണർത്തുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് കുഞ്ഞ് കാണിക്കാറുണ്ട്. She becomes violent. She shouts and she, why you're waking me up? It's so early. Don't wake me up. She start shouting. വളരെ ഉച്ചത്തിൽ കുഞ്ഞ് സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്തുകൊണ്ടാണ് എന്നെ ഇപ്പൊ ഇത്ര നേരത്തെ വിളിക്കുന്നത്, എന്നെ എന്തിനാണെങ്കിൽ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വഴക്ക് പറയുന്ന രീതിയിൽ കുഞ്ഞ് പ്രതികരിക്കാറുണ്ട്. It surprises me. It says, this girl is so calm and obedient. What happens in the morning to her? എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത്, വളരെ സൗമ്യതയുള്ള ഒരു കുഞ്ഞ് എന്തുകൊണ്ടാണ് ഈ രാവിലെ കാലം ഇത്രയും പ്രശ്നമായിട്ട് ശകാരിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നത്? Why? Because her focus is on the loss of sleep that she's going to have now. അതിന് കാരണം എന്ന് പറയുന്നത് തന്റെ ഉറക്കം നഷ്ടപ്പെടും എന്നതിലാണ് അവളുടെ ശ്രദ്ധ. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പ്രതികരിക്കുന്നത്. Are we not the same? നമ്മളും പ്രിയ ദൈവമക്കളെ അതുപോലെ തന്നെയല്ലേ? When pain and suffering comes and stay in our lives, we get irritated, we get frustrated in our lives. പ്രിയമുള്ളവരെ, പ്രയാസങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം പ്രതികരിക്കുന്നത് ഈ രീതിയിൽ ശകാരിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന രീതിയിൽ ആകെ പോകാറില്ലേ? And we get irritated and frustrated just because our focus is on the harm and not on the good. പ്രിയമുള്ളവരെ, നാം ആ രീതിയിൽ പ്രതികരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് ആ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. God says in verse 11, he declares that I have plans for you which will prosper you and not for your harm. അവിടെ 11ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഞാൻ നിങ്ങളെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ചെയ്യുന്നത് എന്ന രീതിയിൽ അവിടെ വാക്കുകൾ പറയുന്നു. The question is, what is the prosper then? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് അവിടെ ദൈവം ഉദ്ദേശിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്? They are in the 70 years of captivity. They are going to face a lot of trials and problems and pain and suffering. What is the prosper here that God has planned? ആ വേദനയുടെയും ബുദ്ധിമുട്ടേറിന്റെയും സാഹചര്യത്തിലൂടെ ആ 70 വർഷം അവർ കടന്നു പോകണമെന്ന് ദൈവം പറയുകയും അതിലൂടെ എന്ത് അഭിവൃദ്ധിയാണ് ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്? Verse 12 and 13 we will read. 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. I think this is the prosper, this is the good that God is trying to bring out of this captivity for the people of Israel.
പ്രിയമുള്ളവരെ, ആ പ്രവാസകാലത്ത് നിന്ന് ദൈവം അവരിൽ ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച അഭിവൃദ്ധി എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. In verse 14 it says, I will be found by you, declares the Lord. അതിന്റെ 14ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ 11ന്റെ തന്നെയാണ് ഇംഗ്ലീഷിൽ, നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് ഞാൻ അവിടെ ദൈവം പറയുകയാണ്. See, God has this plan of 70 years of exile. He wants people to come back to him. പ്രിയ ദൈവമക്കളെ, ആ 70 വർഷക്കാലം ദൈവം ഉദ്ദേശിച്ച പദ്ധതി എന്ന് പറയുന്നത് ആ ദൈവത്തിന്റെ ജനമായിട്ടുള്ള ഇസ്രായേൽ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. Verse 13 says, you will seek me, find me when you seek me with all your heart. 13ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. We remembered initially that exiles and captivity are always part of God's punishment or discipline for the people of Israel. നാം ഈ ധ്യാനചിന്ത തുടങ്ങുന്നതിന് ആരംഭമായിട്ട് തന്നെ നാം പറയുകയുണ്ടായി, ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ന്യായവിധിയുടെയും അവരുടെ നല്ല നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം ചെയ്ത ഒരു പ്രക്രിയയാണ്. So God wants, so at the end of this pain, at the end of the 70 years, people would come back to God ultimately. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് 70 വർഷക്കാലം കഴിയുമ്പോൾ ആ വേദനയുടെ അവസാനം എന്ന് പറയുന്നത് ദൈവമക്കൾ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. Why God is making them to stay 70 years there? എന്തുകൊണ്ടാണ് ദൈവം 70 വർഷക്കാലം അവരെ അവിടെ തുടരുവാനായിട്ട് അനുവദിക്കുന്നത്? Because it might take 70 years for the people of Israel to come to God with sincere heart. അതിന് കാരണം എന്ന് പറയുന്നത് ആ 70 വർഷക്കാലം എടുത്തു മാത്രമേ അവർക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയത്തുള്ളൂ. It would take almost 70 years for them to sincerely call and pray to God. അവരെ ആ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് അടുത്തു വരുവാനും അവരെ 70 വർഷക്കാലം അവർക്ക് ആവശ്യമായിരുന്നു. It might take 70 years for them to genuinely find God. അവർ യാഥാർത്ഥ്യത്തോട് മനോഭാവത്തോടു കൂടി ദൈവത്തെ അറിയുവാനും ദൈവത്തോട് അടുത്തു വരുവാനും 70 വർഷക്കാലം അവർക്ക് ആവശ്യമായി വരും. So that God would bring them back ultimately to their own land. അതിന്റെ അവസാനമായിട്ട് ദൈവം അവരുടെ തന്നെ സ്വന്തം ദേശത്തേക്ക് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. So if you see, the focus here is not just that their problem would end. ഇവിടത്തെ ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് അവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ല, അതിന്റെ അവസാനം എങ്ങനെ എന്നുള്ളതാണ്. It's not that God is telling them that your problem will end soon. ദൈവം ഒരിക്കലും അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറുമെന്നൊന്നും ദൈവം അവിടെ പറയുന്നില്ല. God is telling them, you have to go through this problem so that you would return to me as I desire from your heart. നിങ്ങൾ ആ ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയും അത് കഴിഞ്ഞ് അതിന്റെ അവസാനം ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയും ചെയ്യും. Always from the people of Israel, God have desired that from their whole mind and with their whole heart they would follow God. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവർ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും ദൈവത്തെ അറിയണം, അടുത്തു വരണം എന്നുള്ളത് തന്നെയാണ്. They have always failed in that. അവർ പലപ്പോഴും അതിൽ പരാജയപ്പെട്ടവരുമാണ്. And God is bringing this pain and suffering in their lives so that they would learn to come to God, to follow him with all their heart and all their mind. അത് ആ കാരണത്താൽ തന്നെ ദൈവം അവരിലേക്ക് അനേക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ അവരെ നടത്തിക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചവരെ മടക്കി കൊണ്ടുവരികയും ചെയ്യും. We need to understand this. If these people are calling now for their safety, or for if God, so that God would come and save them, it is only so that their problem would end. അവരോട് ദൈവം ഇങ്ങനെ പറയണം വിചാരിക്കുക, നിങ്ങളെ എല്ലാവരും ഞാൻ മടക്കി കൊണ്ടുവരാനായിട്ട് പോവുകയാണ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുകയും ചെയ്യും. It is they would only pray so that their problem would end. അവരുടെ പ്രശ്നങ്ങൾ തീരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യും. But God wants them to go through this problem so that they would genuinely pray. They only don't pray for the problem to end.
എന്നാൽ ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിച്ച കാര്യം നടക്കാതെ ദൈവം അവരുടെ പ്രശ്നങ്ങൾ തീരുന്നതിൽ അവർ ചിലപ്പോൾ ദൈവത്തോട് നന്ദി പറയുമായിരിക്കും. എന്നാൽ ദൈവം പറഞ്ഞ യഥാർത്ഥമായ ഉദ്ദേശം അവിടെ നടക്കാതെ പോവുകയും ചെയ്യും. We are like sometimes like that. We just want our problems to end. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ഈ രീതിയിലാവാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനോഭാവം. Somehow our problems should end. നാം എങ്ങനെയായാലും എന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീരണം. Yeah, and that's what the people of Israel were thinking at that time. അതേ കാര്യം തന്നെയാണ് ഇസ്രായേൽ മക്കളും അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. And that's why God tells him, wait for 70 years and come back to me as I want you to come back. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവരോട് പറയുന്നത്, 70 വർഷക്കാലം നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കുക, അത് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ തിരിച്ചു വരിക. Third truth that this morning God is trying to teach us is that pain and suffering has come to stay in our lives so that we can go back to God with all sincerity of our hearts. ഈ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകാനായിട്ട് ഇടയാക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നാം പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാർത്ഥമായിട്ടും ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം എന്ന ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത്. The pain and suffering which is staying in our life, it is staying so that we would grow more closer to God, growing in a life and faith that God desires. ഈ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടരുന്ന അതേ സമയത്ത് തന്നെ നാം ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തു വരുവാനായിട്ട് അത് കാരണമാക്കി മാറ്റും. The real prosper for the people of Israel was they would come back to God after 70 years with sincere faith and sincere heart. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലെ അവരുടെ യഥാർത്ഥത്തിലുള്ള അഭിവൃദ്ധി എന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. The question that we need to ask, the pain and suffering which is staying in our life, is it making us closer to God? പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും വേദനയും ഒക്കെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് ഉതകുന്നതായി മാറുന്നുണ്ടോ? Is it making our hearts more sincere towards God? ഈ ബുദ്ധിമുട്ടും വേദനയും പ്രയാസവും ഒക്കെ ദൈവത്തോട് കൂടുതൽ ആത്മാർത്ഥതയുള്ളതായി മാറുവാനായിട്ട് കാരണമാകുന്നുണ്ടോ? Is it making us to follow our God with whole heart and whole mind? നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് അവരോട് ഏൽപ്പിച്ചു കൊടുത്ത് അവനെ അനുഗമിക്കുവാനായിട്ട് ഈ വേദനയും പ്രയാസവും കാരണമാകുന്നുണ്ടോ? Or we are just discouraged about our pain and suffering and we are sad in our lives. അതിന് പകരമായിട്ട് നാം നിരാശരായിട്ട് ഒരു സന്തോഷവും ഇല്ലാതെയായിട്ട് ഈ വേദനയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന അവസ്ഥയിലാണ് നാം ആവുന്നത്. So many times our focus is to just get rid of the problem from our life. Somehow just problems go away. നമ്മുടെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പലപ്പോഴും എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് മാറി എനിക്ക് ആ പ്രശ്നത്തിൽ നിന്നുള്ള വിടുതലാണ് നമ്മുടെ കേന്ദ്ര വിഷയം, ശ്രദ്ധാ കേന്ദ്രം. And the problem is, we wait for the problem to end in our lives and we start living the lives as we were living earlier. പ്രിയമുള്ളവർ, അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് തീർന്ന് നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അതിന് പിന്നിലുള്ളത്. Nobody likes problems, so we want problems to go away so that we can live our comfortable life as we were living. God desires something else through a problem. ആർക്കും തന്നെ പ്രശ്നങ്ങളൊന്നും ഇഷ്ടമല്ല. കാരണം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തോന്നിവാസമായിട്ട് ഇങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. Let me share you another example of my daughter. പ്രിയ സഹോദരന്റെ കുഞ്ഞിനെ കുറിച്ച് മറ്റൊരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. A few months back, my daughter Hannah, eldest daughter, she broke her hand while riding on the cycle. സഹോദരന്റെ മൂത്ത മകൾ സൈക്കിള് ചൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വീഴുകയും കൈ ഒടിയുവാനായിട്ട് ഇടയായി. And the doctor got her a plaster on her hand. ഒരു കയ്യിലെ പ്ലാസ്റ്റർ ഇടുവാനായിട്ട് ഇടയായി. So the moment she got the plaster on her hand, this is the first question she asked me. ഈ ഒരു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രിയ കുഞ്ഞ് സഹോദരനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, Dada, when this plaster is going to go off from my hand? എപ്പോഴാണ് ഈ പ്ലാസ്റ്റർ എന്റെ കയ്യിൽ നിന്ന് ഊരി മാറ്റുന്നത് എന്നാണ് ചോദിച്ചത്. I thought maybe she's asking this that plaster is not a good thing on the hand, so she wants to get rid of her as soon as possible. പ്രിയ സഹോദരൻ വിചാരിച്ചത് ഈ പ്ലാസ്റ്റർ ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് ചിന്തിച്ചിട്ടാവാം ഇത് ചോദിച്ചെന്ന് വിചാരിച്ചു. I told her, Hannah, maybe 10-15 days and this will go off. But why are you asking? ഒരു 10-15 ദിവസം ആകുമ്പോൾ അത് മാറ്റാൻ പറ്റും എന്ന് ആ കുഞ്ഞിനോട് പറയുക. എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചു.
Then she replied, no, I just want to ride the cycle again. ആ കുഞ്ഞ് ഇങ്ങനെയാണ് മറുപടി അറിയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാന് പിന്നെ ഈ സൈക്കിൾ ചവിട്ടാൻ എപ്പോൾ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. I was like, man, because of the cycle only you broke your hand and you want to ride that again. പ്രിയ സഹോദരൻ തല കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആ സൈക്കിൾ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ കൈ ഒടിഞ്ഞിരിക്കുന്നത്, പിന്നെയും നീ സൈക്കിൾ ഓട്ടാനായിട്ടാണ് പോകുന്നത്. You know, so many times you are like this. പ്രിയമുള്ളവരെ, ഈ ഒരു സ്വഭാവം തന്നെയാണ് നമ്മുടെ പലർക്കും ഉണ്ടാകുന്നത്. You know, we don't want to go through the problem. We want problems to end like this. നാം പലപ്പോഴും ആ പ്രശ്നത്തിലൂടെ കടന്നു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നൊടിയിടയിൽ തന്നെ ആ പ്രശ്നങ്ങൾ മാറിപ്പോകാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. Do you know why? Because our heart desires that we would live as we were living earlier. പ്രിയമുള്ളവരെ, അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നമുക്ക് തോന്നിവാസം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. You know, we have been going through this pandemic for last 2 years. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നാം ഈ മഹാമാരിയുടെ മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. You know, this is the question that burdens my heart. ഈ ഒരു ചോദ്യമാണ് എന്നെ ഭാരമായിട്ട് എന്റെ ഹൃദയത്തിലായിരിക്കുന്നത്. Why are we waiting for this pandemic to end? എന്തുകൊണ്ടാണ് ഈ ഒരു മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്ന് പോകണമെന്ന് നാം ആഗ്രഹിക്കുന്നത്? Good intentions are good intentions. You know, praise God for that. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല മനോഭാവം തന്നെയാണ്. ദൈവത്തിന് അതിനായിട്ട് നന്ദി പറയുന്നു. You know, but we need to really ask our hearts that why do we want this pandemic to end? നാം ഹൃദയത്തോട് തന്നെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നത്, എപ്പോഴാണ് ഈ മഹാമാരി മാറുന്നതെന്ന്. You know, do we want this pandemic to end so that we can live our lives as we were living pre-corona days? നാം പ്രതീക്ഷിക്കുന്നത് ഈ കൊറോണ എന്ന മഹാമാരി മാറിയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് നാം ചോദിക്കുന്നത്. As comfortable, without any problems, without any limitations, I can just live. Do we want this pandemic to end for that? ഈ ഒരു പരിമിതികളും ഇല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന പോലെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണോ നാം ആ ഒരു ചോദ്യം ചോദിക്കുന്നത്? You know, I know pandemic has been here for just 2 years. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു മഹാമാരി 2 വർഷക്കാലമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. But many of us are facing long sickness for so many years. പ്രിയമുള്ളവരെ, അനേക വർഷങ്ങളായിട്ട് വലിയ അസുഖങ്ങളാൽ ബാധിച്ച് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. So many of us are facing long job issues and uncertainties for so many years. ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക വർഷങ്ങളായിട്ട് കടന്നു പോകുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. There are so many of us who are facing family issues for so many years. കുടുംബത്തിലെ പലവിധമായ പ്രശ്നങ്ങളാൽ അനേക വർഷങ്ങളായിട്ട് കടന്നു പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. For so many years, financial stress and so many others we've been facing for so many years. പല വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളാൽ അനേക വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ പലരും കടന്നു പോകുന്നു. You know, are we waiting for all this problem to end so that at the end we would be more closer to God? ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കണമെന്ന ആഗ്രഹത്തോടെയാണോ നാം ആയിരിക്കുന്നത്? You know, do we want all these problems to stop and go away so that we would grow in the life and in the faith that God wants in our lives? പ്രിയമുള്ളവർ, ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ജീവനിൽ ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിൽ വളരുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. Or do we want to end these problems? Do we want so that God would end this problem so that we would live life as before? അതോ നാം ഈ പ്രശ്നങ്ങളൊക്കെ ദൈവം മാറ്റിയിട്ട് അല്ലെങ്കിൽ മാറിയിട്ട് നാം പഴയതുപോലെ ആ തോന്നിവാസമായിട്ട് ജീവിക്കാനായിട്ടാണോ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? You know, we want these problems, all this pain and suffering to end so that we can busy in making lives for ourselves in this world. പ്രിയമുള്ളവർ, ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ തന്നെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാനും അതിൻ്റെതായ കാര്യങ്ങൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി പോകുവാനുമായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. So that as early, you know, getting busy in our work, busy in job, no time, enough time for God, busy in making our future plans. This is what we want when the problem ends. ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് എന്റെ ജോലിയുടെ തിരക്കിൽപ്പെട്ട് ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി ഒരു സമയവും മാറ്റിവെക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ തിരക്കുള്ളവനായിട്ട് മാറുവാനായിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? Some pain and suffering have come to stay in our life. It has not come to go. പ്രിയമുള്ളവരെ, ചില വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മെ വിട്ട് കടന്നു പോകാനായിട്ടുള്ള സാധ്യതയില്ല, അത് നമ്മോടൊപ്പം തന്നെ ആയിരിക്കും. And this morning we have learned that God allows these pains to stay in our lives and He wants us to be comfortable in it.
പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുന്നത് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ തുടരുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ തുടർന്ന് സ്വസ്ഥമായി ഇരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. We also learned that this pain and suffering which has come to stay in our lives, it is not to harm us, but to give us prosper, give us benefit. പ്രിയമുള്ളവരെ, ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മെ ഒരിക്കലും തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ദൈവം ആക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. The third truth which we learned, we said that we know that this pain and suffering which has come to stay in our lives have come to make us more closer to God. മൂന്നാമതായിട്ട് നാം ചിന്തിച്ച കാര്യം, ആ വേദനയും ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് നിതാന്തമായിട്ട് മാറും എന്നത് തന്നെയാണ്. This morning, let me ask that question again. Why we want our problems to end? പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് പകൽക്കാലം ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? Why you want this pandemic to end? നിങ്ങൾ ഈ ഒരു മഹാമാരി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? Ask your hearts. നിങ്ങൾ ഹൃദയത്തോട് ചോദിച്ചു നോക്കൂ. You know, we know about this great lady, Frances Jane Crosby. ജെയിൻ ക്രോസ്ബി എന്ന് പറയുന്ന ആ സഹോദരിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. You know, she has written more than 9,000 hymns. 9,000-ലധികം പാട്ടുകൾ എഴുതിയ ഒരു സഹോദരിയാണ്. And these hymns have been very popular in every Christian denomination. എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലും വളരെ പ്രസിദ്ധി ആർജിച്ച ഗാനങ്ങളാണ് അതെല്ലാം തന്നെ. And about this lady, this has been said that she was blind from her childhood. ആ സഹോദരി എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ അന്ധയായ ഒരു സഹോദരിയായിരുന്നു. You know, she could only see for her first 6 weeks of life. That's it. തന്റെ ജീവിതത്തിലെ ഏകദേശം 6 ആഴ്ച കാലഘട്ടം മാത്രമാണ് കാഴ്ചയുള്ള ഒരു അവസ്ഥയിലായിരുന്നത്. And whole life she was blind. അത് തന്റെ ജീവിതകാലം മുഴുവനും പിന്നീട് അന്ധയുള്ള അനുഭവത്തിലായിരുന്നു, കാഴ്ചയില്ലാത്ത അവസ്ഥയിലായിരുന്നു. And still she wrote 9,000 hymns. എന്നാൽ പോലും ആ അവസ്ഥയിലും ആ സഹോദരി 9,000-ലധികം ഗാനങ്ങൾ എഴുതി. I know if I was in her place, I would say, oh, എനിക്ക് കണ്ണ് കാണത്തില്ല, I can't see, I can't write. പ്രിയമുള്ളവരെ, ഞാൻ ആ സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് അതൊന്നും കഴിയത്തില്ല, എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. God made that pain and suffering stay in her life so that it can bring prosper to her and to all the believers throughout the generations. പ്രിയമുള്ളവരെ, ആ വേദനയും ബുദ്ധിമുട്ടും പ്രയാസവുമല്ല അവളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് മുഖാന്തരം അവളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് കാരണമാവുകയും അനേക ജനസമൂഹത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി മാറുകയും ചെയ്തു. You know, let's evaluate our lives. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കുക. You know, maybe today, if you look at your pain, if you look at your suffering, if you see that it has stayed for so many years, just tell God, thank you, God. We praise you for this pain and suffering which is staying in my life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അതിനോടൊക്കെ നമ്മളൊന്ന് നോക്കിയതിനു ശേഷം നമ്മളിങ്ങനെ പറയാം, ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വേദനയ്ക്കും ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തോട് സ്തോത്രം ചെയ്യുവാനായിട്ട് ദൈവത്തെ We praise you, God. I thank you, God, for this pain and suffering which is staying in my life, because I know this is going to bring prosper in my life. ഈ വേദനയും ബുദ്ധിമുട്ടും എന്റെ ജീവിതത്തിൽ തന്നതിനായിട്ട് ദൈവമേ നന്ദി. അതിന് കാരണം എന്ന് പറയുന്നത് ഈ രീതിയിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ. So as we face so many pain and suffering, let us humble ourselves and let us evaluate God's prosper and plan for us in our lives. May God help us all.